അഫാന്റെ കേസുമായി ബന്ധപ്പെട്ട് അഫാൻ പോലീസിനോട് പറഞ്ഞ ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട്. അതായത് ഈ ബാപ്പയുടെ സഹോദരൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞത് വളരെ ക്രൂരമായിട്ടാണ് എന്നാണ് അഫാൻ പറയുന്നത്. അതും മൃഗീയമായ രീതിയിൽ ഒരു കൂസലുമില്ലാതെ അഫാൻ പറയുകയാണ്, ഞാൻ ഇന്ന രീതിയിൽ ഇവരെ ഇങ്ങനെയൊക്കെ കൊന്നു. ഞാൻ ആലോചിക്കുന്നത്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന അഫാന് യാതൊരുവിധ മാനസിക പ്രയാസങ്ങളും പ്രത്യക്ഷത്തിലില്ല എന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നുണ്ട്. അവനൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവൻ ക്രൂര മൃഗം, ലോകത്തെ ഏറ്റവും ക്രൂരമായ മൃഗം ഏതാണോ അതുപോലും അവനെ കണ്ടാൽ നാണിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ മൃഗങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ കൊല്ലാറുള്ളൂ. അതെ, ഇത് എനിക്കറിയില്ല ഇത് സാമ്പത്തിക ബാധ്യത ആണോ ഇനി മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ ഉള്ളത് പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അമ്മാവനെ ഇവരുടെ ഇതിൽ വലിയപ്പ മൂത്താപ്പ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ഈ മൂത്താപ്പ എന്ന് പറയുന്നത് അച്ഛൻ്റെ ചേട്ടനെയാണോ, സഹോദരനെയാണ്. മൂത്താപ്പയെ കൊന്നത് അദ്ദേഹം ഉപദേശിക്കുന്നു എന്നതുകൊണ്ടാണ്. സാമ്പത്തിക ബാധ്യതയുടെ പേരിലല്ല, അദ്ദേഹം ഉപദേശിച്ചു കളഞ്ഞു. പിന്നെ അദ്ദേഹം ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ 80,000 രൂപ കൊടുത്തു, അത് ചോദിച്ചു കളഞ്ഞു. ഈ രണ്ട് കാര്യത്തിനുമാണ് ഈ മൂത്താപ്പയെ അതിക്രൂരമായി ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. കേട്ടാൽ നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഇപ്പം നമ്മളെയൊക്കെ മാമന്മാരും വലിയച്ഛന്മാരും വലിയമ്മമാരും ഒക്കെ എപ്പോഴും ഈ പ്രായത്തിലും വന്നു നിന്ന് ഉപദേശിക്കുമ്പോൾ കയ്യും കെട്ടി കേട്ടോണ്ട് നിൽക്കും. പക്ഷെ നമ്മൾ മനസ്സിൽ പറയും, ഇതിനൊന്നും വേറെ ജോലിയില്ലേ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ എങ്കിൽ പോലും നമ്മളൊക്കെ ഈ പ്രായത്തിൽ പ്രാർത്ഥനയൊക്കെ കേട്ടോണ്ട് നിൽക്കില്ലേ, നമ്മളൊക്കെ കേട്ടോണ്ട് നിൽക്കും. അവരെ കൊല്ലാനുള്ള ഒരു ഉപദേശിച്ചിട്ട് അവരെ വഴിക്ക് പോയി കേൾക്കണോ വേണ്ടത് തീരുമാനിക്കാൻ നമ്മളാണെന്നാൽ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ഇത് ഉപദേശിച്ചു എന്ന് കരുതി ഉപദേശകരെ ആദ്യം തീർക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ സജിത ബീബി, അതാണ് അവരുടെ പേര്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് സഹോദരങ്ങളുണ്ടാകാം, അവരുടെ അച്ഛനമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ മകൾ എന്തിനിതിന് ബലിയാടായി എന്ന് ആ ഉമ്മയും ബാപ്പയും ചിന്തിക്കില്ലേ? അവരുടെ സഹോദരങ്ങൾ ചിന്തിക്കില്ലേ? മക്കളുണ്ടെങ്കിൽ അവർ ചിന്തിക്കില്ലേ, എന്തിനാണ് എൻ്റെ ഉമ്മയും ബാപ്പയും, എന്തിനാണ് ഇവൻ ഇങ്ങനെ ചെയ്തത് എന്ന് അവർ ചിന്തിക്കില്ലേ? അപ്പോൾ അഫാനോട് സ്നേഹം തോന്നുന്ന അതിയായ അഫാനോട് സ്നേഹം ഇങ്ങനെ തുളുമ്പി ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നവർ ഒന്ന് ചിന്തിക്കുക. ഈ മരിച്ചവർക്കും ബന്ധുക്കളും അച്ഛനമ്മമാരും ഒക്കെ ഉണ്ട് എന്നുള്ളതൊന്നും ഫർസാനയ്ക്കുമുണ്ട് അച്ഛനും അമ്മയും സഹോദരനും. ആ അമ്മ ഇപ്പോഴും സ്വബോധത്തിലേക്ക് വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സജിത ബീബി ലത്തീഫിനെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് കണ്ടിട്ട്, അത് ഉപദ്രവിക്കാനുള്ള കാരണം ഒരടി അടിച്ചപ്പോൾ ലത്തീഫിന് ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ ഇയാളെ മത്ത് പിടിപ്പിക്കുന്ന രീതിയിൽ ശല്യമായിപ്പോയി. അതിൻ്റെ കൂടി പകയാണ്, ആ ഫോൺ കോൾ വന്നതിൻ്റെ കൂടി പകയാണ് ഇയാളെ 22 തവണ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ച് തീർക്കാനുള്ള കാരണം. എന്നിട്ടും ഇയാൾക്ക് മാനസിക രോഗം ഇല്ല എന്ന് പറയുന്ന ഡോക്ടർമാരെ ഞാൻ എങ്ങനെയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഏത് ഇയാൾ രക്ഷിക്കാൻ എന്തെങ്കിലും ശ്രമം നടക്കുന്നുണ്ടോ? എനിക്കറിയില്ല. അതെനിക്കറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭർത്താവിൻ്റെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് സജിത ബീബി ഓടി വരുമ്പോൾ തന്നെ അവരെ എന്താ പറയുക, കഴുത്തിൽ ഇങ്ങനെ ആഞ്ഞ് പിടിക്കുമ്പോൾ തന്നെ അവർ പിടഞ്ഞു വീഴുന്നു. എന്നിട്ട് ആ പിടഞ്ഞു വീഴുന്ന അവരെ അഫാൻ തറയിലിരുന്നിട്ട് അഫാൻ്റെ മടിയിലേക്ക് അവരുടെ തലയെടുത്ത് വച്ചിട്ട് ചുറ്റിക കൊണ്ട് അവരെ ആഞ്ഞടിച്ചു തീർക്കുന്നു. എന്ത് ക്രിമിനൽ മൈൻഡാണെന്ന്. എന്നിട്ട് ഇതൊക്കെ വിവരിച്ച്, അങ്ങനെയാണ് സാറേ ഞാൻ സജിത ബീബിയെ കൊന്നത് എന്ന് പോലീസിനോട് വിവരിക്കുകയാണ്. അതും ഇവന്റെ ഉമ്മയ്ക്ക് പകരമായ ആളാണ്. അതെ, ഉമ്മയ്ക്ക് തുല്യം എന്ന് വേണമെങ്കിൽ പറയാം. മൂത്താപ്പന്റെ ഭാര്യയല്ലേ, ഉമ്മയോട് തുല്യമായ ഒരാൾ. ഉമ്മയ്ക്ക് തുല്യം ആരുമില്ല എങ്കിൽ പോലും ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചവൻ, സ്വന്തം കുഞ്ഞനുജനെ കൊന്നവൻ, കാമുകിയെ കൊന്നത് എന്തിനാണ്? കാമുകിയോട് നേരത്തെ ചോദിച്ചു, ഞാൻ മരിച്ചാൽ, ഞാൻ ഈ വണ്ടിയിൽ ആക്സിഡന്റ് പറ്റി മരിച്ചാൽ നീ ജീവനോടെ ഉണ്ടാകുമോ? ആ സ്നേഹത്തിന്റെ പുറത്ത് കാമുകി പറഞ്ഞു, നീ ഇല്ലാത്ത ലോകത്ത് ഞാനും ഉണ്ടാകില്ല. എന്നാ പിന്നെ നീ വേണ്ട. ഉടനെ അവളെ വീട്ടിൽ കൊണ്ടുവന്നു, കുമ്പസരിച്ചു, കൊന്നു. അനിയനോട് കുമ്പസരിക്കും. എനിക്ക് തോന്നുന്നു മരിക്കുന്നതിന് മുൻപ് ഇവരോട് തെറ്റുകൾ ഏറ്റു പറയണം. ഇവരോട് തെറ്റുകൾ ഏറ്റു പറഞ്ഞാൽ സ്വർഗത്ത് പോയി ഇവർ ഈ തെറ്റുകൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തത് എന്ന് പറയുമ്പോൾ സ്വർഗത്തിലുള്ള ആളുകൾ ഇവനോട് ക്ഷമിക്കും. ഇപ്പം ഇവൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മദ്യപ്പുഴയും പാൽപ്പുഴയും ഹൂറികളും ആപ്പിളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ആർത്തുല്ലസിച്ച് ജീവിക്കാം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണും ഇവരെയൊക്കെ കൊല്ലുന്നതിന് മുൻപ് കുമ്പസരിക്കണം എന്നുള്ളത്. പക്ഷെ ഉമ്മയോട് എന്തുകൊണ്ട് കുമ്പസരിച്ചില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഉമ്മയോടാണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ പക
എന്നുള്ളത്. കാരണം ഉമ്മയാണ് ഇതിൻ്റെയൊക്കെ സൂത്രധാര, ഉമ്മയാണ് തന്നെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത്, ഉമ്മയാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാരി എന്ന. കാരണം ഉമ്മ കൊല ചെയ്യപ്പെട്ടു, ഉമ്മയെ ഇനി അഥവാ ഉമ്മ മരിച്ചില്ലെങ്കിൽ ഉമ്മയെ ആരും രക്ഷപ്പെടുത്തുക പോലും ചെയ്യരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇയാൾ ഉമ്മയെ അതിക്രൂരമായി ഉപദ്രവിച്ചതിന് ശേഷം ആ മുറി പൂട്ടി താക്കോല് ക്ലോസറ്റിലേക്ക് എറിഞ്ഞത്. പക്ഷെ അവിടെ എൻ്റെ ഒരു സംശയം, ഈ പറയുന്ന പോലെ എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സാമ്പത്തിക പ്രയാസമാണ് ഇവനെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. ചില കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചെറുപ്പത്തിലെ തന്നെ കുടുംബത്തിൻ്റെ ഭാരമൊക്കെ ഇവൻ്റെ തലയിൽ കെട്ടിവെച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ. എത്രയോ അധികം ആളുകൾ കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുക്കുന്നില്ലേ? ആരെങ്കിലും 4 മാമന്മാര് 7 പെങ്ങന്മാരെ അമ്മയും അടിച്ചു കൊല്ലേണ്ട സമയം. അതെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഈ ഞങ്ങൾക്കൊന്നിനും കഴിയില്ല, ഞങ്ങൾക്ക് ഒരു ഭാരം ഏൽക്കാൻ കഴിയില്ല എന്നൊരു മെൻറ്റാലിറ്റിയിലൂടെ കടന്നു പോകുന്നത്. ഞാനതല്ല പറഞ്ഞു വന്നത് ഇവൻ ഈ സാമ്പത്തിക പ്രയാസത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കടം വാങ്ങി അതിനുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് ആത്മഹത്യ ചെയ്യാമെന്ന് ഉമ്മ പറയുന്നു. അങ്ങനെ ഉമ്മയെ കഴുത്ത് ഞെരിച്ച് കൊന്നു. അതിനുശേഷം ഓരോരുത്തരെ ഇവൻ കൊല്ലുന്നു. ഈ പറയുന്ന കാമുകിയോട് ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞാനും മരിക്കുമെന്ന് ആ കാമുകി അറിയാതെ പറഞ്ഞു പോയി. അതുകൊണ്ട് ആ പെങ്കൊച്ചിനെ അടിച്ചു കൊന്നു. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, എന്നിട്ട് ഇവൻ നേരെ ചെന്ന് എന്താ, ഇവൻ ആത്മഹത്യയല്ല ചെയ്യുന്നതല്ല, ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കുളിച്ച് വൃത്തിയായി പുതിയ ഉടുപ്പൊക്കെ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ മദ്യലഹരിയിൽ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നേരെ തൊട്ടടുത്ത ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി താക്കോലിട്ട് കറക്കിയിട്ട് പറയുന്നത് ഞാൻ 6 പേരെ കൊന്നു. അല്ല, അതെന്ത് രീതിയാണ്? ഒപ്പിടാൻ പറ്റുമോ? ഒപ്പിട്ടിട്ട് ഞാൻ പൊക്കോട്ടെ. അല്ല, അതെന്ത് രീതിയാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, ഇപ്പം ഇത്രയധികം ആളുകളൊക്കെ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ കൊല്ലുമ്പോൾ ഞാനും ഉമ്മയും ജീവിച്ചിരിക്കാത്ത കാലത്തോളം എൻ്റെ കുഞ്ഞനെ ഞാൻ ആരും ഉണ്ടാവില്ല, അവനെയും കൊല്ലുന്നു. എൻ്റെ കാമുകിക്ക് ആരും ഉണ്ടാവില്ല, അവളെയും കൊല്ലുന്നു. പക കൊണ്ട് മറ്റുള്ളവരെയും കൊല്ലുന്നു. എന്നിട്ട് ഇവനും ചാവണ്ടേ, ഞാനും ചാവണ്ടേ? അങ്ങനെ ആകുമ്പോൾ ഇതിനൊക്കെ കാരണം വരുന്നത്. എന്നിട്ട് ഇവൻ പോയിട്ട് സ്റ്റേഷനിൽ പോയി ഹാജരാകുന്നു. സ്റ്റേഷനിൽ പോയിട്ട് ധൈര്യം സാറാ ഞാൻ കൊന്നു എന്ന് പറയുന്നു. ഇതിൽ വ്യക്തമായ പുറത്തു വരാത്ത എന്തോ കാരണമുണ്ട്. കാരണം ഒന്നുകിൽ ഇവൻ ഏതോ ഒരു എന്താ പറയുക, ഈ സാത്താൻ സേവ പോലത്തെ എന്തെല്ലോ കാര്യത്തിൽ പോയി പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവൻ ഏതോ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാര കാര്യങ്ങൾ ഇവൻ പോയി പെട്ടിട്ടുണ്ട്. ഇവരെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയധികം ആളുകളെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കിട്ടും, അതിനുശേഷം നിനക്ക് സാമ്പത്തികം വരും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാത്താൻ സേവയിലൊക്കെ നടക്കുന്ന കാര്യം എന്താണെന്നറിയോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ ജീവനാണ് ഇവർ ചോദിക്കുന്നത്. ഇവർക്ക് സമ്പത്ത് ഇവർ കൊടുക്കും, പണം കൊടുക്കും, സമ്പത്ത് കൊടുക്കും, സ്ത്രീകളുമായി ബന്ധപ്പെട്ട സൗഹൃദങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഇവർ ചോദിക്കുന്നത് മറ്റുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ആളുകളുടെ ജീവനാണ്. അത് ചോദിക്കുമ്പോൾ ഇവർക്ക് അത്രയും നല്ല രീതിയിൽ സാമ്പത്തികം കിട്ടും എന്നുള്ളത് കൊണ്ട് ഇവരത് ചെയ്യുന്നതാണ്. ഇവൻ എന്തോ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണല്ലോ ഈ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഈ ഒരു ജീവപര്യന്തം കഴിഞ്ഞ് താൻ തിരിച്ചിറങ്ങി തനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ധാരണയിലാണോ ഇവൻ പോയത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രമേൽ കടമുണ്ട്. പിന്നെ ഇവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ജയിലിൽ പോയവരോട് പിന്നെ ആരെങ്കിലും പണം ചോദിക്കാൻ പോവോ? സ്വാഭാവികമായിട്ടും ഇത്രയും കൊലപാതകം ചെയ്ത് ജയിലിൽ പോയി തിരിച്ചിറങ്ങിയ ഒരു മനുഷ്യനോട് കടം ചോദിക്കുന്ന ഇപ്പോൾ ഇവൻ കടം വാങ്ങിയ ആളുകളുണ്ടല്ലോ, അവർ പൈസ തിരിച്ചു ചോദിക്കുമോ? തിരിച്ചു ചോദിക്കാൻ ധൈര്യം ഉണ്ടാകും ആർക്കെങ്കിലും? ആരും ചോദിക്കില്ല. അപ്പം അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പോലീസ് എത്രത്തോളം പോലീസിന് പുറത്തുവിടാൻ പറ്റുന്നുള്ള എനിക്ക് അറിയില്ല. പോലീസ് പുറത്തുവിടാത്തത് ചിലപ്പോൾ നമ്മുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായതുകൊണ്ടാവും. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയം അല്ല, അല്ലെങ്കിൽ അത് എന്തായാലും ഉണ്ട്. കാരണം ആ നാട്ടുകാർ മഹല്ല് കമ്മിറ്റിയൊന്നും രംഗത്ത് വരുന്നത് കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ പല സിനിമകളിലൂടെ പ്രചോദനം കിട്ടിയാണ് അവൻ. എന്നാൽ പിന്നെ എത്രയോ പശ്ചാത്താപമുള്ള നല്ല സിനിമകളൊക്കെ ഉണ്ട്, അത് കണ്ടിട്ട് അവൻ എന്താ നന്നാവാത്തത്? സിനിമകളെ കുറ്റം പറയുന്നവൻ. ഇവനെ നല്ല മുറയ്ക്കും ചെയ്യേണ്ടത് അതൊന്നും അല്ല. മറ്റേ റിട്ടയർഡ് DYSP പറഞ്ഞ ജോസഫ് സാർ പറയുന്നത് പോലെ അവനെ നല്ല 4 എണ്ണം കൊടുത്തിട്ട് അവിടെ യൂറോപ്യൻ ക്ലോസറ്റിൽ അവൻ പോകത്തില്ല. അവന് അല്ല സാധാ ക്ലോസറ്റിൽ പോകത്തില്ല, യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ വേണം. അവൻ്റെ ചന്തിക്കിട്ട് വേണം ആദ്യം 4 നല്ലത് കൊടുക്കാനായിട്ട്, എന്നാലേ അവനൊക്കെ പഠിക്കൂ. എന്തായാലും പുറത്ത് വരട്ടെ കൂടുതൽ കാര്യങ്ങൾ. തീർച്ചയായിട്ടും.